ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ വേസ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും നമുക്ക് ഇൻവോയ്സുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മുടെ സപ്ലയേഴ്സ് നമുക്ക് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതായത് ഒരു ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവോയ്സ്, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതാണെങ്കിൽ ഒരു പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് പർച്ചേസ് വൗച്ചറിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഏത് ഇൻവോയ്സിലേക്കാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അത് നമ്മൾ പ്രത്യേകം കാണിക്കണമെങ്കിൽ അതിന് നമുക്ക് ബിൽ വേസ് ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ F11 ഫീച്ചേഴ്സ് എടുക്കണം. F11 ഫീച്ചേഴ്സ് ഒന്നുകിൽ നമുക്ക് കീബോർഡിൽ F11 ഫീച്ചർ എടുക്കാം, അതല്ലെങ്കിൽ കമ്പനിയിൽ പോവുക, അതിനകത്ത് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എനേബിൾ ബിൽ വൈസ് എൻട്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എസ് ആക്കണം. ബിൽ വൈസ് ഡീറ്റെയിൽസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് F11 ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം എനേബിൾ ബിൽ വൈസ് എൻട്രി എന്നുള്ള ഓപ്ഷൻ എസ് ആക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോർമൽ വൗച്ചർ ചെയ്യുക. സാധാരണ വൗച്ചേഴ്സിൽ പോവുക. വൗച്ചറിൽ പോയി നമുക്ക് പർച്ചേസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ F9 പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മളോട് ചോദിക്കും സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ. ഇവിടെ നമ്മൾ സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചില ആളുകളുടെ സിസ്റ്റത്തിൽ ഇവിടെ ഈ സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ F12 കോൺഫിഗറേഷൻ എടുക്കുക. F12 കോൺഫിഗറേഷൻ അതിനകത്തുണ്ടായിരിക്കും ഇവിടെ പ്രൊവൈഡ് സപ്ലയർ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എസ് ആക്കി മാറ്റണം. F12 കോൺഫിഗറേഷനിൽ പോയിട്ട് പ്രൊവൈഡ് സപ്ലയേഴ്സ് ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്കിവിടെ സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പർ എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. ഞാനിപ്പോൾ 101 എന്നുള്ളൊരു ഇൻവോയ്സ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ശേഷം ഇൻവോയ്സ് ഡേറ്റ് എന്നാണോ അത് കൊടുക്കുക. അതിനുശേഷം പാർട്ടീസ് അക്കൗണ്ട് നെയിം, നമ്മൾ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഓപ്ഷൻ എടുത്തു, പാർട്ടിയുടെ പേര് കൊടുത്തു, PQR എന്ന് കൊടുത്തു. PQR പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബിൽ വേസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺഡ്രി ക്രെഡിറ്റേഴ്സും സൺഡ്രി ഡെപ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് കാണാം. ഈ ഓപ്ഷൻ നമ്മൾ എസ് ആക്കണം. സൺഡ്രി ക്രെഡിറ്റേഴ്സും സൺഡ്രി ഡെപ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എസ് ആക്കി എൻ്റർ അടിച്ചു. ഇനി ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ക്രെഡിറ്റ് പീരീഡ്, ഈ പാർട്ടിയുടെ ക്രെഡിറ്റ് പീരീഡ് എത്രയാണോ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് പല പാർട്ടിക്കും പല ക്രെഡിറ്റ് പീരീഡ് ആയിരിക്കും. ചിലർക്ക് 1 മാസമായിരിക്കും, ചിലർക്ക് 45 ഡേയ്സ് ആയിരിക്കും, 60 ഡേയ്സ്, അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ 30 ഡേയ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, സേവ് ചെയ്തു. പാർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, അഡ്രസ്സ് എല്ലാം കൊടുത്ത് എൻ്റർ അടിച്ചു. അടുത്തത് പർച്ചേസ് ലെഡ്ജർ. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്തു. ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഒരു 20 ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. 10,000 രൂപയാണ്, അങ്ങനെ 2 ലക്ഷം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യണത്. നമ്മൾ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പുതിയൊരു ബില്ലാണ്, അതായത് പുതിയൊരു ഇൻവോയ്സ് നമ്പർ അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷനാണ് ന്യൂ റെഫറൻസ് എന്നുള്ളത്. ന്യൂ റെഫറൻസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അവിടെ നേരത്തെ നമ്മൾ സപ്ലൈസ് ഇൻവോയ്സ് നമ്പറിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇൻവോയ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ നമ്മളതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് പീരീഡ്, ഡ്യൂ ഡേറ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൺഡേ ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. എമൗണ്ട് 2 ലക്ഷം രൂപ. ആക്സെപ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് ഇവർക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടിക്ക്, PQR എന്നുള്ള പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണ്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ F5 പേയ്മെൻറ്റിൽ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് PQR ആണ് കൊടുക്കേണ്ടത്.
PQR കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ ഇതേപോലെ വീണ്ടും മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ്. എഗെയിൻസ്റ്റ് റെഫറൻസിൽ എൻ്റർ അടിച്ചാൽ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ആ ഇൻവോയ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇൻവോയ്സിൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരിക്കും, അതിനകത്ത് എമൗണ്ട് ഉണ്ടായിരിക്കും, ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, എൻ്റർ അടിച്ചു. ആ ഇൻവോയ്സിനകത്ത് 2 ലക്ഷം രൂപയാണുള്ളത്. നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കണത്, അപ്പോൾ നമ്മളൊരു 50,000 രൂപയെ കൊടുക്കണമെങ്കിൽ ആ 50,000 കൊടുത്ത് എൻ്റർ അടിക്കുക. വീണ്ടും അടുത്തതും വീണ്ടും മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, എന്നാലാണ് അടുത്ത ഓപ്ഷനിലേക്ക് പോകുള്ളൂ. ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ബിൽവേസിൻ്റെ റിപ്പോർട്ട് കാണണം. അപ്പം നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ന്യൂ റെഫറൻസും കൊടുത്തു, അതേപോലെ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എഗെയിൻസ്റ്റ് റെഫറൻസും കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ട് കാണാൻ എസ്കേപ്പ് അടിച്ചിട്ട് ഡിസ്പ്ലേ മെനു എടുക്കുക. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പേയബിൾസ് നമ്മൾ കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് പേയബിൾസിൽ പോയി എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ PQRന് 1,50,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏപ്രിലാണ്, ഏപ്രിൽ 1-ാം തീയതിയാണ്. റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, പാർട്ടിയുടെ പേരുണ്ടായിരിക്കും, പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഡേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് PQRന് അല്ലാതെ വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ വൗച്ചേഴ്സിൽ പോയി പർച്ചേസ് ചെയ്യണം. വീണ്ടും F9 പർച്ചേസ് എടുത്തു. പർച്ചേസിൽ ഇൻവോയ്സ് നമ്പർ 5003 എന്നാണ്. പാർട്ടിയുടെ അക്കൗണ്ട്, പാർട്ടീസ് അക്കൗണ്ട് നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റിൽ പോയി മനു എന്ന് കൊടുത്തു. മനു സൺഡേ ക്രെഡിറ്റേഴ്സ്, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എസ് ആയിരിക്കണം. ക്രെഡിറ്റ് ഡേയ്സ് 30 കൊടുത്തു, സേവ് ചെയ്തു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്തത് പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. നെയിം ഓഫ് ഐറ്റം TV, ക്വാണ്ടിറ്റി നമ്മളൊരു 14 എണ്ണം അല്ലെങ്കിൽ വേണ്ട 15 എണ്ണം വാങ്ങിക്കാം. 15 എണ്ണം 10,000 രൂപ വെച്ചിട്ട് 1,50,000 രൂപ. ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടിൽ പോകുമ്പോൾ ഡിസ്പ്ലേയിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പേയബിൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് മനു എന്ന് പറഞ്ഞിട്ട് 1,50,000 ഉണ്ട്, അതേപോലെ PQR എന്ന് പറഞ്ഞിട്ട് വീണ്ടും 1,50,000 ഉണ്ട്. ഓക്കെ, രണ്ടും ഏപ്രിൽ 1-ാം തീയതിയാണ്. വീണ്ടും നമ്മൾ PQRൻ്റെ പർച്ചേസ് ചെയ്യാണ്, വേറൊരു ഡേറ്റിനാണ് പർച്ചേസ് ചെയ്യണത്. വീണ്ടും വൗച്ചേഴ്സിൽ പോയി, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതെല്ലാം ഏപ്രിൽ 1-നായിരുന്നു. നമ്മൾ F2 അടിച്ചിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ജൂലൈ അല്ലെങ്കിൽ ജൂൺ 1-നാണ്, അപ്പോൾ 1/6 എന്ന് കൊടുത്തു. ഇനി ജൂൺ 1-നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്, അപ്പോൾ 1/6 കൊടുത്തു. വീണ്ടും നമ്മൾ അടുത്ത ഇൻവോയ്സ് നമ്പർ കൊടുത്തു, 123 കൊടുത്തു. പാർട്ടിയുടെ പേര് PQR കൊടുത്തു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എൻ്റർ അടിച്ചു. പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട്, നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി ഒരു 5 എണ്ണമാണ് പർച്ചേസ് ചെയ്യണത്. ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ റിപ്പോർട്ടിൽ പോവാണ്. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പേയബിൾസ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കൂ, മനു 1,50,000. പിന്നെ ഏപ്രിൽ 1-ന് PQRൻ്റെ ഒരു 1.5 ലക്ഷം ഉണ്ട്, അതേപോലെ ജൂൺ 1-ന് PQRൻ്റെ ഒരു 50,000 ഉണ്ട്. അപ്പോൾ നമുക്കിത് ലെഡ്ജർ വൈസ് ആയിട്ട് കാണണം, അതായത് ഓരോ അക്കൗണ്ടിൻ്റെ. ഇപ്പോൾ PQRന് ടോട്ടൽ പലപ്പോഴായി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കാനുണ്ട് അത് നമുക്കറിയണം. അതിന് നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം F8 എന്ന് കണ്ടില്ലേ, F8 ലെഡ്ജർ വൈസ് ബിൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ F8 പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ലെഡ്ജർ വൈസ് ബില്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ലെഡ്ജർ വൈസ് ആയിട്ട് കാണാൻ പറ്റും. മനുവിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ളത് 1,50,000 ആണ്. PQRന് ടോട്ടൽ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഏപ്രിൽ 1-ാം തീയതി 101 എന്നുള്ള ഇൻവോയ്സ് പ്രകാരം 1,50,000, ജൂൺ 1-ാം തീയതി 123 എന്നുള്ള ഇൻവോയ്സ് പ്രകാരം 50,000 രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡേയ്സിനെ ബേസ് ചെയ്തിട്ട് കാണണം. അതായത് 30 ഡേയ്സ് ബിലോ എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, 30 to 60 ഡേയ്സ് എത്ര കൊടുക്കാനുണ്ട്, 60 to 90 അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാണാം. അതിന് നമ്മൾ ഏജിങ് മെത്തേഡ് അല്ലെങ്കിൽ ഏജിങ് റിപ്പോർട്ട് എന്ന് പറയും. അത് എടുക്കണമെങ്കിൽ ഇവിടെ F6 ഏജിങ് മെത്തേഡ് എന്ന് കാണാം. ഏജിങ് മെത്തേഡിൽ പോവുക.
മെത്തേഡ് ഓഫ് ഏജിങ്ങിൽ ഏജിങ് ബൈ ബിൽ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കും ഫ്രം 0 മുതൽ 30 വരെ, അതേപോലെ 30 to 60, 60 എബവ്, അതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കോളം വൈസ് ആയിട്ട് കാണാൻ പറ്റും. മനുവിൻ്റെ 5003 എന്നുള്ള ഇൻവോയ്സ് നമ്പറിൽ പെൻഡിങ് എമൗണ്ട് 1,50,000 ആണ്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഗ്രേറ്റർ ദാൻ 60 ഡേയ്സ്, 60 ദിവസത്തിന് മുകളിലായി ആ എമൗണ്ട് കൊടുക്കാറായിട്ട്. അപ്പോൾ 2 മാസത്തിൻ്റെ മുകളിലായി എന്നർത്ഥം. അതേപോലെ PQR നമ്മൾ ടോട്ടൽ 2 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. അതിൽ 1,50,000 60 ദിവസത്തിന് മുകളിലായി, അതായത് 2 മാസത്തിന് മുകളിലായി പർച്ചേസ് ചെയ്തിട്ട്, 2, 3, 4, 5 ഒക്കെ ആവാം. നമ്മൾ 60ൻ്റെ മുകളിൽ പോയാൽ ഗ്രേറ്റർ ദാൻ 60 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ജൂൺ 1 പർച്ചേസ് ചെയ്ത 1, 2, 3 എന്നുള്ള ഇൻവോയ്സിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ 50,000 രൂപ കൊടുക്കാനുണ്ട്. ഇതേപോലെ ഏജിങ് മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് സെയിൽസിൻ്റെ കേസ് നോക്കാം. സെയിൽസ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ്. വൗച്ചേഴ്സിൽ പോയി നമ്മൾ F8 സെയിൽസ് എടുത്തു. സെയിൽസിൽ ഇവിടെ റെഫറൻസ് നമ്പർ ചോദിക്കേണ്ട ഈ ഓപ്ഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കോൺഫിഗറേഷൻ F12 കോൺഫിഗറേഷൻ എടുക്കുക. അതിനകത്തുണ്ടായിരിക്കും ഇവിടെ പ്രൊവൈഡ് റെഫറൻസ് നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് എസ് ആണെങ്കിൽ മാത്രമേ നമുക്കിവിടെ റെഫറൻസ് നമ്പർ വരുള്ളൂ. അവിടെ നമ്മൾ റെഫറൻസ് നമ്പർ കൊടുത്തു, 750 എന്ന് കൊടുത്തു, 7501 എന്ന് കൊടുത്തു. പാർട്ടീസ് അക്കൗണ്ട് നെയിം, പാർട്ടിയുടെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റിൽ പോയി സനു എന്ന് കൊടുത്തു. അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുണ്ടായിരിക്കും. അത് നമ്മൾ എസ് ആക്കി. ക്രെഡിറ്റ് പീരീഡ് 45 ഡേയ്സ് ആണ്. അപ്പോൾ 45 ഡേയ്സ് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. പാർട്ടിയുടെ ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു. അടുത്തത് സെയിൽസ് ലെഡ്ജറാണ്. സെയിൽസ് ലെഡ്ജർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തു. നെയിം ഓഫ് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്തു. ക്വാണ്ടിറ്റി 5 എണ്ണമാണ്. 12,000 രൂപ വെച്ചിട്ട് 60,000 രൂപ. എൻ്റർ അടിച്ചു. മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ റെഫറൻസ് ആണ്. ന്യൂ റെഫറൻസ് പുതിയ ഇൻവോയ്സ് ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ന്യൂ റെഫറൻസ് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത ഇൻവോയ്സ് നമ്പർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മളതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 7501 എന്നുള്ളതാണ്. 45 ആണ് ക്രെഡിറ്റ് ഡേയ്സ് പറഞ്ഞിട്ടുള്ളത്. 60,000 എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ് വരികയാണ്. നമുക്കിതിലൊരു 20,000 രൂപ നമ്മൾ റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റെസിപ്റ്റിൽ പോയി F6 റെസിപ്റ്റിൽ പോയി 20,000 രൂപ കിട്ടുകയാണ് സനുവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ സനു സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ്. സെയിൽ ചെയ്ത ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് റെഫറൻസിൽ പോയി നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കും ഇവിടെ. അതിൽ ആ ഇൻവോയ്സിനകത്ത് 60,000 രൂപയാണ്. നമുക്ക് റിസീവ് ചെയ്യേണ്ടത് 20,000 ആണ്. അപ്പോൾ 20,000 കൊടുത്തു. എൻഡ് ഓഫ് ലിസ്റ്റ്. ഡെബിറ്റിൽ ക്യാഷോ ബാങ്കോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ട് എടുക്കാൻ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമ്മളിനി റിസീവബിൾസ്, ഇത് കിട്ടാനുള്ളതല്ലേ, റിസീവബിൾസ് എടുത്തു. അപ്പോൾ നമുക്ക് റിസീവബിളായിട്ട് ഇപ്പോൾ ഒരാളേ ഉള്ളൂ, സനു മാത്രമേ ഉള്ളൂ. 50,000 രൂപ കിട്ടാനുണ്ട്. ഇനി ലെഡ്ജർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ F8 അടിച്ചാൽ ലെഡ്ജർ വൈസ് ആയിട്ട് കാണാം. ഏജിങ് മെത്തേഡ് പ്രകാരം കാണണമെങ്കിൽ ഏജിങ് മെത്തേഡ് എടുത്തു, ഏജിങ് ബൈ ബിൽ ഡേറ്റ് കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏജിങ് മെത്തേഡിലും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് റിസീവബിൾസ് ആണ്. ഇനി ഇതിന്ന് ഡയറക്റ്റ് പേയബിൾസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽസ് റിസീവബിൾ ആണ്. നമ്മളിനി എസ്കേപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പേയബിൾസിലേക്ക് പോകണം. അത് അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ബിൽസ് പേയബിൾ ആണ്. ഇനി റിസീവബിൾസിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ F5 ബിൽസ് റിസീവബിൾ എന്ന് കാണാം. ജസ്റ്റ് F5ൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇനി പേയബിൾ ആണ് വേണ്ടെങ്കിൽ വീണ്ടും F5 പ്രസ് ചെയ്താൽ പേയബിളിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടാലി പ്രൈമിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി.
നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും അക്കൗണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.